ആസാം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ കേന്ദ്രഭരണ പ്രദേശമായ പുതുശ്ശേരിയിലും ഉൾപ്പെടെ കേരളത്തിലടക്കം തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ സങ്കീർണമായ ഒരു തിരഞ്ഞെടുപ്പായി മാറുന്ന കാഴ്ചയാണ് മുന്നിലുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ പരക്കം പായുകയാണ് ഇപ്പോൾ. 3 പ്രധാന കാര്യങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നേരിടേണ്ടത്. 1, 2 ടേം ഭരണത്തിൽ നിലനിന്ന LDF സർക്കാരിൻ്റെ ജനവിരുദ്ധ വികാരം ആളിക്കത്തുന്ന കാലഘട്ടം. 2, കേന്ദ്രഭരണത്തിൻ്റെ പിൻബലത്തിൽ കേരളത്തിൽ BJPയുടെ അക്കൗണ്ടുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കം, കേന്ദ്രഭരണത്തിലെ അഴിമതികളും പരാജയവും. 3, നിലവിലെ സാഹചര്യത്തിൽ UDFൻ്റെ 100 സീറ്റിന് മുകളിൽ കനത്ത കുതിപ്പ്. മേൽപ്പറഞ്ഞ ഇരു മുന്നണികളുടെയും ഭരണപരാജയം ജനത്തിനെ ബോധിപ്പിക്കാനുള്ള UDFൻ്റെ ശ്രമം. ഈ മൂന്നാമത് പറഞ്ഞ കാര്യം ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പ് തരംഗം കൊഴുക്കുന്നത്. കഴിഞ്ഞ തവണ ഗ്രൗണ്ട് സീറോ നടത്തിയ സർവേകൾ പൂർണ്ണമായും UDFൻ്റെ കുതിച്ചുചാട്ടം വ്യക്തമാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ അലയൊലികൾ ഉയർന്ന കാലയളവിൽ തന്നെ ഗ്രൗണ്ട് സീറോ അതിതീവ്ര നിരീക്ഷണത്തിൽ സർവേ പുരോഗമിക്കുകയായിരുന്നു. ഇനി വോട്ടിങ്ങിന് 24 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ആ ഫലമാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന 140 മണ്ഡലങ്ങളിലൂടെയുള്ള പ്രയാണത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഈ സർവേയിൽ വ്യക്തമായത് കോൺഗ്രസിൻ്റെയും സഖ്യകക്ഷികളുടെയും മുന്നേറ്റം തന്നെയാണ്. നോക്കാം നമുക്ക്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് തുടങ്ങിയാൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടെ ഉള്ളത്. 2021 LDF 3, UDF 2, NDA 0 എന്നതായിരുന്നു കക്ഷിനില. 2026 ആകുമ്പോൾ, അതായത് അടുത്ത് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പാകുമ്പോൾ, പുതിയ സർവേ പ്രകാരം LDF 1 സീറ്റിലേക്ക് ചുരുങ്ങുകയും UDF 2 നിന്ന് 4 സീറ്റിലേക്ക് ഉയരുമെന്നാണ് സർവേ ഫലം കാണിക്കുന്നത്. BJPക്ക് സ്വാധീനമുള്ള മേഖലയാണെങ്കിലും BJPക്ക് ഒരു അനക്കവും നടത്താൻ ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ സാധിക്കില്ല. മഞ്ചേശ്വരവും കാസർഗോഡും നിലനിർത്തുമ്പോൾ തന്നെ ഉദുമയും കാഞ്ഞങ്ങാടും പിടിക്കുമെന്നാണ് UDFൻ്റെ കണക്കുകൂട്ടൽ. പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലുള്ള കണ്ണൂർ ജില്ലയിൽ വന്നാൽ LDF 9, UDF 2 എന്നതാണ് പഴയ കണക്ക്. എങ്കിൽ വരാനിരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ LDF 9 നിന്ന് 5 സീറ്റിലേക്ക് ഒതുങ്ങുകയും UDF 2 നിന്നും 6 സീറ്റിലേക്ക് വളരുകയും ചെയ്യുന്ന കാഴ്ചയാണ്. ഇവിടെയും NDAയ്ക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിയില്ല എന്നതാണ് തെളിയുന്നത്. ഇരിക്കൂറിനും പേരാവൂരിനും പുറമെ UDF വിജയസാധ്യതയുള്ള അസംബ്ലി മണ്ഡലങ്ങൾ ഇവയാണ്: കണ്ണൂർ, ഇരിക്കൂർ, തളിപ്പറമ്പ്, അഴീക്കോട്, കൂത്തുപറമ്പ് എന്നിവയാണ്. വയനാട് ജില്ലയിൽ 3 മണ്ഡലങ്ങളിൽ 3 സീറ്റും UDF നേടുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. നിലവിൽ മാനന്തവാടിയാണ് ഇപ്പോൾ LDFൻ്റെ കയ്യിലുള്ളത്. അത് മുൻപ് കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു. മുൻ മന്ത്രി PK ജയലക്ഷ്മി ആയിരുന്നു അവിടെ ജയിച്ച് കയറിയത്. ഇത് തിരിച്ചു പിടിക്കുക എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ 13 നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോടുള്ളത്. UDFന് കഴിഞ്ഞ തവണ അത്ര നല്ല നില ആയിരുന്നില്ല എങ്കിൽ ഇത്തവണ അത് മറികടക്കുമെന്നാണ് വിലയിരുത്തൽ. 2026 10 സീറ്റുകൾ UDF നേടി കുതിക്കുമെന്നും നാദാപുരം, കുറ്റ്യാടി, വടകര, ബാലുശ്ശേരി, പേരാമ്പ്ര, കൊയിലാണ്ടി, കൊടുവള്ളി, കോഴിക്കോട് സൗത്ത്, തിരുവമ്പാടി, കുന്നമംഗലം എന്നീ 10 മണ്ഡലങ്ങളിൽ UDF ഇതിനോടകം വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ജില്ലയിൽ ശേഷിക്കുന്ന എലത്തൂർ, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ എന്നീ മണ്ഡലങ്ങളിൽ ഇരു മുന്നണികളും ബലാബലത്തിൽ നിൽക്കുകയാണ്. ഇനി മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ ഏറ്റവും വലിയ ജില്ല എന്നതിനാൽ തന്നെ 16 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഏത് തിരഞ്ഞെടുപ്പിലും UDFന് നിർണായക സംഭാവന ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം. മുസ്ലിം ലീഗിൻ്റെ സ്വാധീന ജില്ലയായതുകൊണ്ട് തന്നെയാണ് UDFന് ശക്തി കേന്ദ്രമായി ഇത് മാറുന്നതും. 2025 PV അൻവറിൻ്റെ രാജിയെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ച നിലമ്പൂർ മണ്ഡലം അടക്കം ഇവിടെയുള്ള 16 സീറ്റും UDF നേടുകയും അവിടെ LDF 0 എന്ന കണക്കിലേക്ക് തകർന്നടിയുകയും ചെയ്യുന്ന കാഴ്ചയാണ്. വടക്കൻ കേരളത്തിൽ അവസാന ജില്ലയായ പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോഴോ ഇവിടെയുള്ള 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 10 സീറ്റുകളും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. 2 സീറ്റ് മാത്രമാണ് UDFനുള്ളത്.
എന്നാൽ ഏപ്രിൽ മാസം 9 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ UDFന് ഇവിടെ നേട്ടമുണ്ടാക്കാതിരിക്കാൻ കഴിയില്ല എന്നതിനാൽ അവിടെ ഒരു വൻ മുന്നേറ്റം സൃഷ്ടിക്കാൻ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു UDF 2-ൽ നിന്നും 5 സീറ്റിലേക്ക് ഇവിടെ വളരും എന്നാണ് കണക്കുകൂട്ടൽ. LDF ആകട്ടെ 10-ൽ നിന്നും 7-ലേക്ക് ലോപിക്കുകയും ചെയ്യും. പാലക്കാടേക്ക് വന്നാലോ, മണ്ണാർക്കാടിന് പുറമെ UDFന് അനുകൂല ഘടകങ്ങൾ നിലനിൽക്കുന്നത് തൃത്താല, ചിറ്റൂർ, പട്ടാമ്പി എന്നീ മണ്ഡലങ്ങളിലാണ്. മലബാർ മേഖല കഴിഞ്ഞാൽ മധ്യ കേരളത്തിലേക്ക് കടന്നാൽ തൃശൂർ മുതൽ കോട്ടയം വരെ 41 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള നിർണായകമായ മുന്നേറ്റങ്ങളാണ് എക്കാലത്തും UDFനെ അധികാരത്തിലെത്തിക്കാൻ ഘടകമായിട്ടുള്ളത് എന്നത് നമ്മൾ ഓർക്കണം. തൃശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 2021 LDF 12, UDF 1 കഴിഞ്ഞ തവണ UDFന് ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് തൃശൂർ നൽകിയത്. എന്നാൽ ഇത്തവണ 1 എന്നുള്ളത് 8 സീറ്റാക്കി ഉയർത്തുകയും LDF 5 സീറ്റിലേക്ക് ഒതുങ്ങുമെന്ന് ആണ് കണക്കുകൂട്ടൽ. ചാലക്കുടിക്ക് പുറമെ തൃശൂർ, മണലൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, ഇരിഞ്ഞാലക്കുട, ഒല്ലൂർ, നാട്ടിക എന്നിവയാണ് UDFന് അനുകൂല വിധി എഴുതുക. എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ മലപ്പുറം പോലെ തന്നെ UDFന് സ്വാധീനമുള്ള ജില്ലയാണ് എറണാകുളം ജില്ല. 14 നിയമസഭാ മണ്ഡലത്തിലേക്ക് ഇത്തവണ LDF 1-ലേക്ക് ചുരുങ്ങുകയും UDF 13-ലേക്ക് വളരുകയും ചെയ്യും. ഇവയിൽ അങ്കമാലി, ആലുവ, തൃക്കാക്കര, എറണാകുളം, തൃപ്പൂണിത്തുറ, കളമശ്ശേരി, വൈപ്പിൻ, പറവൂർ, കുന്നത്തുനാട്, പെരുമ്പാവൂർ, പിറവം, മൂവാറ്റുപുഴ എന്നിവ കൂടി UDF പിടിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇനി ഇടുക്കി ജില്ലയിലേക്ക് വന്നാലോ, 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ തവണ 4 സീറ്റുകൾ LDF നേടുകയും UDF 1-ൽ ഒതുങ്ങുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത്തവണ അത് LDF 1-ലും UDF 4-ലേക്കും ഉയരും. ഉടുമ്പൻചോല മാത്രമാണ് LDFന് ഒപ്പം നിൽക്കൂ. ജില്ലയിലെ ബാക്കി മണ്ഡലങ്ങളായ തൊടുപുഴ, ഇടുക്കി, പീരുമേട്, ദേവികുളം എന്നിവ UDFന് ഒപ്പം നിൽക്കും. ഇനി കോട്ടയത്തേക്ക് വന്നാലോ, അവിടെ ആകെ 9 സീറ്റുകളിൽ കഴിഞ്ഞ തവണ LDFന് 5, UDFന് 4 എന്ന നിലയിലായിരുന്നു. എന്നാൽ ഇത്തവണ LDF 2-ലേക്ക് ചുരുങ്ങുകയും UDF 2 സീറ്റ് കൂടുതൽ പിടിച്ച് 7-ലേക്ക് ഉയരുകയും ചെയ്യും. അതായത് നിലവിലെ കടുത്തുരുത്തി, പാല, കോട്ടയം, പുതുപ്പള്ളി എന്നിവയാണ് UDFന് ഒപ്പം. പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ എന്നിവയാണ് UDF ഇത്തവണ പിടിച്ചടക്കുക. ആലപ്പുഴ ജില്ലയിലെ 9 സീറ്റിൽ 8 സീറ്റും ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കുകയും UDFന് ഹരിപ്പാട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നു കഴിഞ്ഞ തവണ. എന്നാൽ ഇത്തവണയോ 3-ലേക്ക് LDF ചുരുങ്ങുകയും UDF 6 സീറ്റുകൾ പിടിക്കുമെന്നതാണ് കണക്കുകൂട്ടൽ. ഇവയിൽ അരൂർ, കുട്ടനാട്, കായംകുളം, ചെങ്ങന്നൂർ, അമ്പലപ്പുഴ എന്നിവ UDFന്റെ ഭാഗമാക്കപ്പെടുന്നു. പത്തനംതിട്ടയിലേക്ക് വന്നാൽ 5 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട്. അതിൽ 5ഉം LDF ജയിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ. എന്നാൽ ഇത്തവണ UDF ഇവിടെ 5 സീറ്റും നേടുമെന്നാണ് സർവേ ഫലം പറയുന്നത്. റാന്നി, ആറന്മുള, അടൂര്, കോന്നി, തിരുവല്ല എന്നീ മണ്ഡലങ്ങളാണ് ഇവിടെ നിലവിലുള്ളത്. കൊല്ലത്തേക്ക് വന്നാലോ, ഇവിടെ 11 നിയമസഭാ മണ്ഡലത്തിൽ 9 സീറ്റ് ഇപ്പോൾ LDFന്റെ കയ്യിലും 2 സീറ്റ് UDFന്റെ കൈകളിലുമാണ്. എങ്കിലും UDF 2-ൽ നിന്നും 6 സീറ്റിലേക്ക് വളരുകയും LDF 5 സീറ്റിലേക്ക് ചുരുങ്ങുകയും ചെയ്യും. ഇവിടെ കരുനാഗപ്പള്ളിയും കുണ്ടറയുമാണ് നിലവിൽ UDFന് ഉള്ളത്. ഇതിന് പുറമെ ചവറ, കുന്നത്തൂർ, പത്തനാപുരം, കൊട്ടാരക്കര എന്നീ മണ്ഡലങ്ങൾ കൂടിയായിരിക്കും UDF വിജയം കൈവരിക്കുക. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തേക്ക് വന്നാൽ 14 മണ്ഡലങ്ങളാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ തവണ 14-ൽ 13ഉം LDF ജയിച്ചപ്പോൾ കോവളം മാത്രമാണ് UDFനെ തുണച്ചത്. എന്നാൽ ആ ആധിപത്യം അടുത്ത തിരഞ്ഞെടുപ്പിൽ LDFന് കാഴ്ചവെക്കാൻ കഴിയില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇവിടെ LDF 7 സീറ്റിലേക്ക് വഴുതി വീഴുകയും UDF പഴയ 1-ൽ നിന്ന് 7 സീറ്റിലേക്ക് ഉയരുകയും ചെയ്യും. UDFന് അനുകൂലമായ മണ്ഡലങ്ങൾ ചിറയൻകീഴ്, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, അരുവിക്കര, കോവളം, നെയ്യാറ്റിൻകര, കാട്ടാക്കട എന്നിവയാണ്.
കേരളത്തിൽ ഇപ്പോഴത്തെ പൊതുവികാരം മുൻനിർത്തിയാണ് ഈ സർവേ ഫലം പൂർത്തീകരിച്ചത്. ഭരണവിരുദ്ധ വികാരവും CPM-ൻ്റെയും നേതാക്കളുടെയും പ്രസ്താവനകളും അവരുടെ നിലപാടുകളുമൊക്കെയും അതിലുപരി സാധാരണ ജനങ്ങളെ പിഴിയുന്ന ഒരു സർക്കാരിൻ്റെ നടപടികളും ശബരിമല കൊള്ളയിൽ സർക്കാരിൻ്റെ പങ്കും LDF നേതാക്കളുടെ കള്ളക്കളിയും കൊറോണ കിറ്റ് അഴിമതിയും വയനാട് ദുരന്ത മേഖലയിലെ തരംതിരിവും ബ്രൂവറി അഴിമതിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക് അഴിമതിയും മകൻ്റെ പേരിൽ വന്ന ED നോട്ടീസ് മുക്കിയതും ഏറ്റവും അവസാനമായി PM ശ്രീ വഴി കേരള വിദ്യാഭ്യാസ പദ്ധതിയെ BJPക്ക് അടിയറവ് വെച്ചതും ഉൾപ്പെടെയുള്ള അഴിമതികൾ മനസ്സിലാക്കിയുള്ള ജനത്തിൻ്റെ പ്രതികരണമാണ് സർവേയിൽ പൊതുവെ പ്രകടമായത്. കേരളം അതിദാരിദ്ര്യമുക്തി പ്രാപിച്ച സംസ്ഥാനമായുള്ള പ്രഖ്യാപനം അതീവ പരിഹാസത്തോടെയാണ് കേരള ജനത ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടത്. 2 ഘട്ടങ്ങളിലായി LDFൻ്റെ ഭരണത്തിൽ ശ്വാസം മുട്ടുന്ന കേരള ജനത ഒരു ഭരണമാറ്റത്തിനായി ഇപ്പോൾ തന്നെ തയ്യാറായി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണല്ലോ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ വിജയം നമ്മൾ കണ്ടത്. ജനം ഇപ്പോൾ UDFൽ ഒരു ശുഭപ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 100 സീറ്റിന് മുകളിൽ എന്ന ഉറച്ച വിശ്വാസം അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യാഥാർത്ഥ്യമാക്കുന്ന കാഴ്ചയാണ്. അതിനുവേണ്ട എല്ലാ കരുക്കളും നീക്കിക്കഴിഞ്ഞു UDF. ടീം UDF വരും, കേരളം മാറും, അതൊരു പുതിയ കേരളത്തെ രൂപപ്പെടുത്തും എന്നിരിക്കെ ജനം അതീവ പ്രതീക്ഷയോടെ കോൺഗ്രസിലേക്ക് ഇരച്ചു കയറുകയാണ് ഇപ്പോൾ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് പോലെ 100 സീറ്റ് എന്ന ലക്ഷ്യമാണ് സർവേ ഫലത്തിൽ തെളിഞ്ഞത്. UDFൻ്റെ ടീം UDF എന്ന ഐക്യം തെരഞ്ഞെടുപ്പിൽ പ്രബലമായി പ്രകടമാകും. UDF കേരളത്തിൽ ഭരണത്തിൽ വരിക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.